ബാലമ്മാവൻ ഉറങ്ങിയോ? രേവതി വരുമെന്ന് സത്യത്തിൽ ഇന്ദുവും മാധവും കുട്ടിയും വിശ്വസിക്കുന്നുണ്ടോ? സുഖമില്ലെന്നറിയുമ്പോ ചിലപ്പോ. നോ, നെവർ. ഇത്രയും കാലം അച്ഛനെ കാണാൻ മനസ്സ് വരാത്ത അവൾക്ക് ഇല്ല ഇല്ല, അവൾ വരില്ല. അതിന് ശ്രമിക്കുന്നത് വെറുതെയാണ്. പ്രയോജനമുണ്ടാവില്ലെന്ന് ഉറപ്പാണെങ്കിലും നിങ്ങൾ അങ്ങനെ ആശിച്ചു കണ്ടപ്പോ അറിയാതെ മനസ്സിനൊരിളക്കം. ഒരു സ്വപ്നത്തിലെങ്കിലും അത് സത്യമായിരുന്നെങ്കിലും. സ്വന്തമെന്ന് പറയാൻ വേറൊന്നുമില്ലാത്തപ്പോ മനസ്സിന് ഈ വ്യാമോഹമെങ്കിലും വേണ്ടേ? അല്ലേ ഇന്ദു? ഇന്ദു പോയി കിടന്നോളൂ. എനിക്കിന്ന് എത്ര കിടന്നാലും ഉറക്കം വരില്ല. വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുറച്ചു ദിവസമെങ്കിലും രേവതി ഇവിടെ വന്ന് നിന്നാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. പക്ഷേ അവൾ വരില്ല. മുലപ്പാലിന് പകരം അവളുടെ അമ്മ അവളെ ഊട്ടി വളർത്തിയത് അച്ഛനോടുള്ള വെറുപ്പാണ്. അവര് മരിച്ചതിന് ശേഷവും ആ വെറുപ്പിന് ശക്തി കൂട്ടാനേ അവരെ വീട്ടുകാരെ ശ്രമിച്ചിട്ടുള്ളൂ. ഇത്രയേറെ വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെ തിരുത്തിയെടുക്കാൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ. രേവതി ബോർഡിംഗിലല്ലേ താമസം? അതെ. ക്രിസ്ത്യൻ കോളേജ് അല്ലേ? സിസ്റ്റർമാരാരെങ്കിലും ആയിരിക്കും ഹോസ്റ്റലിൽ വാർഡൻ. അവർക്കൊന്ന് എഴുതിയാലോ? ബാലമ്മാവനെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും മോളെ കാണണമെന്നുള്ള ആഗ്രഹവും കാണിച്ചുകൊണ്ട്. ശരിയാണ് എന്തു, അതിലൊരു എലിമെന്റ് ഓഫ് ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് കത്ത് പൊട്ടിച്ചു വായിക്കാതെ തിരിച്ചയക്കില്ലല്ലോ. ഹോസ്റ്റലിലെ സിസ്റ്റർക്ക് ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ രേവതിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. You will try? ഡോക്ടറല്ല, ആരെഴുതിയാലും ശരി അങ്ങോട്ട് പോകാൻ മാത്രം സിസ്റ്ററിനെ നിർബന്ധിക്കരുത്. രേവതി, മറ്റൊരവസരത്തിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ നിർബന്ധിക്കില്ലായിരുന്നു. ഇപ്പോൾ നിന്റെ അച്ഛന് തീരെ സുഖമില്ല. ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്നാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ സ്വന്തം മകളെ ഒന്ന് കാണണമെന്നും അവളുടെ കൂടെ കുറച്ചു ദിവസം ചെലവഴിക്കണമെന്നും. ഇത് തട്ടിക്കളയരുത് രേവതി. യു മസ്റ്റ് ഗോ. അതിന് ഒരു അച്ഛനോട് മകൾക്ക് തോന്നേണ്ട സെന്റിമെന്റ്സ് എനിക്ക് തോന്നണ്ടേ? ഒരിക്കലും എനിക്ക് ആ മനുഷ്യനോട് അങ്ങനെ തോന്നിയിട്ടില്ല സിസ്റ്റർ. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ സെന്റിമെന്റ്സിനേക്കാൾ പ്രാധാന്യം മരണശൈലിയിൽ കിടക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കുമായിരിക്കും. മരിക്കാൻ പോകുന്ന അച്ഛനേക്കാൾ എനിക്ക് വലുത് മരിച്ചുപോയ എന്റെ അമ്മയാണ്. എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുൻപ് എന്നെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അമ്മ. അമ്മ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ശരിയായിരിക്കാം, പക്ഷേ രേവതിയുടെ അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഇത്ര കാര്യമായി എഴുതിയ നിലയ്ക്ക് അറ്റ്ലീസ്റ്റ് സ്നേഹം ഭാവിക്കെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ പറയുക. സോറി സിസ്റ്റർ. സിസ്റ്റർ എത്ര പറഞ്ഞാലും ഇറ്റ്സ് ഓഫ് നോ യൂസ്. പഠിക്കാൻ ഒരുപാടുണ്ട്. ഞാൻ റൂമിലേക്ക് പോകുന്നു. എന്റെ സൂസനെ സമ്മതിക്കണം നിന്നെ. ഒരിത്തിരി സമയം പോലും കളയാതെ കുത്തിരുന്നുള്ള ഈ വായന തല്ലിക്കൊന്നപ്പോൾ എന്നെ കൊണ്ട് വയ്യ. ഇനി മതിയെന്നേ. ഇനി നമുക്ക് വല്ല കൊച്ചു വർത്താനവും പറയാം. ഓൾ റൈറ്റ്. രേവതി, ഞാനൊരു കാര്യം പറഞ്ഞ സമ്മതിക്കൂ? എന്താ കാര്യം? സമ്മതിക്കൂന്ന് ആദ്യം പറ. നീ അല്ലേ മോളെ പറയുന്നത്, ഞാൻ സമ്മതിക്കാതിരിക്കൂ? സത്യം. പ്രോമിസ്. നീ കുറച്ചു ദിവസം നിന്റെ അച്ഛന്റെ കൂടെ പോയി താമസിക്കണം. ഈ കാര്യം പറയുമ്പോ നിന്റെ ഭാവം മാറുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ നീ എനിക്ക് പ്രോമിസ് ചെയ്തതാ. ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും നീ എന്നോട് പറഞ്ഞു, ഞാൻ അനുസരിക്കാം. ഇത് മാത്രമേ എനിക്ക് വേണ്ടെങ്കിലോ? സോറി, വയ്യ. നിനക്ക് എങ്ങനെ എത്ര ക്രൂരമായി പെരുമാറാൻ കഴിയുന്നു? സൂസനിക്ക് അറിയില്ല എന്റെ അമ്മ അനുഭവിച്ച ദുഃഖം. മരിക്കുന്ന നിമിഷം വരെ
അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ പോലെ അമ്മയ്ക്ക് വെറുപ്പായിരുന്നു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ശരിയായിരിക്കാം, പക്ഷെ നീ മനസ്സിലാക്കാത്ത ഒന്നുണ്ട്. നിനക്ക് അമ്മ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, പക്ഷേ അച്ഛൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. മോളേന്ന് വിളിച്ച് തലോടാൻ, നീ വരുന്നതും കാത്തിരിക്കാൻ, അച്ഛാന്ന് വിളിക്കുമ്പോ വിളി കേൾക്കാൻ അങ്ങനെ ഒരാളുണ്ടാവുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്നോ. ഇല്ലാത്തവർക്ക് അതിന്റെ വില അറിയൂ. 5 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നാട്ടിൻ പുറത്തുള്ള മഠത്തിന്റെ മുന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയത് എന്റെ അച്ഛനും അമ്മയും എനിക്കറിയില്ല. മഠത്തിലെ അമ്മമാരുടെ ദയ കൊണ്ടാണ് ഞാൻ വളർന്നത്. താരാട്ടിന് പകരം ജപമന്ത്രങ്ങൾ കേട്ട് വളർന്ന് എനിക്കറിയാം അച്ഛനും അമ്മയും എത്ര വലിയ ഭാഗ്യങ്ങളാണെന്ന്. ആ ഭാഗ്യം ഉപേക്ഷിക്കരുത് രേവതി. നീ അച്ഛന്റെ അടുത്തേക്ക് പോണം. സുഖമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യനെ ഒരു നിമിഷമെങ്കിലും ശുശ്രൂഷിക്കാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യമായി കരുതണം. നിന്നോട് തർക്കിക്കാൻ എനിക്ക് വയ്യ സൂസനെ. എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് നീ, സ്വന്തം സിസ്റ്റർ പോലെ. എനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ കൂടി ഞാൻ അനുസരിക്കേണ്ടതാണ്. ഐ എം സോറി, ഐ ജസ്റ്റ് കനോട്ട്. ചിന്തിക്കാൻ കൂടി വയ്യ. നീ എന്നോട് പിണങ്ങരുത്. ഈ ഒരു കാര്യത്തിൽ മാത്രം നീ എന്നെ നിർബന്ധിക്കരുത്. പ്ലീസ് സുസന. നിർബന്ധിച്ചും തർക്കിച്ചും സമ്മതിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ നിന്റെ ഇഷ്ടം. എന്നാൽ എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും രേവതിയുടെ മനസ്സ് മാറുമെന്ന്. അത് കാണാൻ എനിക്ക് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എന്തോ അങ്ങനെ ആഗ്രഹിക്കാനാ എനിക്കിഷ്ടം. പിറ്റേന്ന് രാവിലെ ഓഫീസ് മുറിയിലേക്ക് ഞാൻ വരുമ്പോ കണ്ടത് എന്നെയും കാത്തു നിൽക്കുന്ന സൂസന്നെയാണ്. എന്താ സൂസൻ എത്ര രാവിലെ? വെറുതെ രാവിലെ പ്രാർത്ഥിച്ച് മടങ്ങുമ്പോ സിസ്റ്റർ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? അകത്തേക്ക് വരൂ. ഇരിക്കൂ. സൂസൻ ഇന്നലെ ഉറങ്ങിയില്ലേ? ഇല്ല. രേവതിയുടെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ് കത്ത് വന്നതും സിസ്റ്റർ നിർബന്ധിച്ചിട്ടും അവൾ പോവില്ല എന്ന് പറഞ്ഞതും ഞാൻ കേട്ടു. രാത്രി മുറിയിൽ വെച്ച് ഞാൻ അവളെ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷെ അവൾ സമ്മതിച്ചില്ല. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല കുട്ടി. സുഖമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ സിസ്റ്റർ സ്വന്തം മകളെ കാണണമെന്ന്. രേവതി അതിന് സമ്മതിക്കില്ലെന്നറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. രാത്രി അവൾ ഉറങ്ങിയതിനു ശേഷം ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഉറക്കം വന്നില്ല. വെളുപ്പിനെ പള്ളിയിൽ പോയി കന്യാമറിയത്തിന്റെ തിരുരൂപത്തിന് മുന്നിൽ കുറെ നേരം മുട്ടൂത്തി നിന്നു. അപ്പൊ തോന്നി സിസ്റ്റർ ഒന്ന് കാണണമെന്ന്. സിസ്റ്റർ, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയൂ. തിരുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്നപ്പോ മനസ്സിൽ തോന്നിയതാ. തെറ്റാണെങ്കിൽ മടിക്കാതെ പറയൂ കുട്ടി. 3 വയസ്സിന് ശേഷം രേവതി അവളുടെ അച്ഛൻ കണ്ടിട്ടില്ല. അവളിപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. മരിക്കുന്നതിന് മുമ്പ് തന്റെ മോള് തന്നെ തേടി വന്നു എന്നറിഞ്ഞാൽ അവളുടെ സ്നേഹം തിരിച്ചു കിട്ടിയെന്നുള്ള സമാധാനമെങ്കിലും ആ മനുഷ്യനുണ്ടാവുമല്ലോ. രേവതിയുടെ അച്ഛന്റെ അടുത്തേക്ക് രേവതിയാണെന്നും പറഞ്ഞ് ഞാൻ പൊയ്ക്കോട്ടെ? സൂസന്ന, 2 ദിവസം, ഇല്ലെങ്കിൽ ഒരാഴ്ച. അത് കഴിഞ്ഞ് പോയതുപോലെ ഞാനിങ്ങ് തിരിച്ചു വന്നേക്കാം. നീ എന്തായി പറയുന്നു കുട്ടി? പറയാൻ പാടില്ലാത്തതാണ്, തെറ്റാണെന്നും അറിയാം. എങ്കിലും ഏത് നിമിഷവും മരിക്കാവുന്ന ആ മനുഷ്യന്റെ സന്തോഷത്തിന് മുന്നിൽ അതൊരു തെറ്റല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു.
നോ, എനിക്കിത് അനുവദിക്കാൻ കഴിയില്ല. സൂസന്റെ മുറിയിലേക്ക് പോ. പറഞ്ഞത് കേട്ടില്ലേ? സൂസന്ന, നീ എന്തിനാ നിൽക്കുന്നത്? സിസ്റ്റർ, ഇതുവരെ എന്നെ ആരും മോളേന്ന് വിളിച്ചിട്ടില്ല. ആരെ അച്ഛന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അനാഥയായ എനിക്ക് രേവതിയുടെ പേരിലെങ്കിലും കുറച്ചു നേരത്തേക്ക് ആ ഭാഗ്യം കടം വാങ്ങാമല്ലോ. എന്റെ കുട്ടി, ഞാൻ എന്താ നിന്നോട് പറയാ? വെക്കേഷൻ തുടങ്ങുകയാണല്ലോ സിസ്റ്റർ. എല്ലാവർക്കും തിരിച്ചു പോകാൻ അവരവരുടെ വീടുകളുണ്ട്. എനിക്കൊഴിച്ചു. മഠത്തിലെ എല്ലാ ജോലികളും ഞാൻ തിരിച്ചു വന്ന് ചെയ്തോളാം. സിസ്റ്റർ ഞാനും അല്ലാതെ മറ്റാരും അറിയില്ലല്ലോ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇത് തെറ്റായിരിക്കാം. പക്ഷേ നിന്റെ വലിയ മനസ്സ് കാണാൻ കഴിയുന്ന കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇതൊരിക്കലും തെറ്റാവില്ല. ഞാൻ അനുവദിക്കാം നിന്നെ. കോളേജ് അടയ്ക്കുന്നതിന്റെ പിറ്റേന്ന് രാവിലത്തെ ബസ്സിൽ രേവതി വരുന്നെന്ന് കാണിച്ച് ഞാൻ ഡോക്ടർക്ക് എഴുതി. ആ കത്ത് കണ്ടപ്പോ താനൊരു രോഗിയാണെന്ന് പോലും മറന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ എക്സൈറ്റഡ് ആയി ബാലമാവൻ തുള്ളിച്ചാടി. കണ്ടോ, അവളുടെ അച്ഛന് സുഖമില്ല എന്നറിഞ്ഞപ്പോ അവൾ വരുന്നത് കണ്ടോ? അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. അവൾ എന്റെ മോളാ. കണ്ടോ എന്തു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കാര്യം കഴിയുമ്പം ബാലമാവൻ ആള് മാറുന്നു. ഇപ്പൊ അച്ഛനും മോളും ഒന്നായി, നമ്മൾ പുറത്തായി. ദേ പിന്നെ ഒരു കാര്യം, മോള് വരുന്നു എന്ന് പറഞ്ഞേ അത് എക്സൈറ്റഡ് ആകണ്ട. ഒടുക്കം വീണ്ടും കിടപ്പിലാവും, പറഞ്ഞേക്കാം. താൻ പോടോ, എന്റെ മോളാ വരുന്നത്. എനിക്കിനി അസുഖമൊന്നുമില്ല. ബാലൻ മേനോൻ refuses to be sick hereafter. ഒരു ശ്വാസം മുട്ടൽ വരുമ്പോഴേക്കും ഒടിഞ്ഞു കുത്തി കട്ടിൽ കിടക്കുന്ന ആളാ. പറയുന്നല്ലേ, refuses to be sick hereafter. ബാലമാവന്റെ അനുവാദം വാങ്ങിച്ചോണ്ടാ അസുഖം വരുന്നു വരായിരിക്കുന്നു. ആദ്യം വിളച്ചെടുത്താലേ മോള് വരുമ്പോഴേക്കും ഞാൻ ഒരു സെഡേറ്റീവ് കുത്തിവെക്കും, പറഞ്ഞേക്കാം. ആ, കുത്തിവെക്കാനും കിടത്താനും താനിങ്ങ് വാ, അപ്പൊ കാണിച്ചു തരാം. ബസ് സ്റ്റാൻഡിലേക്ക് ഞാനും കൂടെ വരാം. അല്ലേ മാഷുകുട്ടി? വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നേച്ചാ മതി. മോള് അച്ഛനെ ഇവിടെ വന്ന് കണ്ടോളൂ. ഇപ്പം പിള്ളേ താനിങ്ങനെ നിന്നാലോ? മോള് വരുമ്പോ അവളെ എതിരേക്കാൻ ഈ വീട് ഒരുങ്ങണ്ടേ? പിന്നെ വേണ്ടേ, നമ്മൾ ഒരുങ്ങണ്ടേ? രേവതിയല്ലേ? അതെ. ഞാൻ ഡോക്ടർ മാധവകുട്ടി. സിസ്റ്റർ ഫ്ലോറ പറഞ്ഞിട്ടുണ്ടോ? വരൂ. രേവതിയെ കാണാൻ ധൃതി പിടിച്ചിരിക്കുക ബാലമാവൻ. രേവതിയുടെ അച്ഛനെ ഞാൻ അങ്ങനെ വിളിക്കാറ്. പറഞ്ഞു വന്ന നമ്മൾ ബന്ധുക്കളായിട്ട് വരും. ബാലമാവന്റെ അകന്ന ചാർച്ചയപ്പെട്ട ഒരു പെങ്ങളായിരുന്നു എന്റെ അമ്മ. അമ്മ മരിച്ചുപോയി, അച്ഛനും. ഇപ്പൊ എനിക്ക് ബന്ധു എന്ന് പറയാൻ ബാലമാവൻ മാത്രമേ ഉള്ളൂ. എന്നെ പഠിപ്പിച്ചതും ഡോക്ടറാക്കിയതൊക്കെ ബാലമാവനാ. ഇഷ്ടമുണ്ടായിട്ടല്ല രേവതി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതല്ലേ. സിസ്റ്റർ ഫ്ലോറയുടെ നിർബന്ധം. സിസ്റ്റർക്ക് ഞാൻ അയച്ച കത്ത് കണ്ടാൽ രേവതിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. അച്ഛനെ കണ്ട ഓർമ്മ പോലും കാണില്ല രേവതിക്ക്. ഓ ഇല്ല. കണ്ടു കഴിയുമ്പോ കുറച്ച് മനസ്സിലാക്കി കഴിയുമ്പോ തോന്നും വളരെ വളരെ നേരത്തെ കാണേണ്ടിയിരുന്നെന്ന്. ടേക്ക് ഇറ്റ് ഫ്രം മീ, യു ആർ ഗോയിങ് ടു ഫീൽ സോറി ഫോർ ദ ഇയേഴ്സ് യു ഹാവ് മിസ്ഡ്. കാറിന്റെ ഹോണല്ലോട് ആ കേൾക്കുന്നത്? അത് തെക്കേക്കായലിൽ ബോട്ട് പോകുന്നതാ. ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിച്ചാലോ. ഡോക്ടർ സാർ പോയിരിക്കുന്നത് രേവതി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാനാ. വിളിച്ചോണ്ട് ഇപ്പൊ വരും. ഓ,
വന്നു, എന്റെ രേവതി മോള് വന്നു. മോളെ, അച്ഛന്റെ മുഖത്ത് നോക്കി അച്ഛാന്നൊന്ന് വിളിച്ചേ. മോളെ, മോളെ, എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്റെ മോള് വന്നിട്ട് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമെന്നെങ്കിലും ചോദിച്ചോ? എന്താ എടുക്കണ്ടാവോ? കാപ്പിയോ അല്ലേ രേവതി? എന്റെ ദേവി, ആ കുട്ടി പറഞ്ഞു കേട്ടില്ലേ, കാപ്പി മതിയെന്ന്. ഓരോരുത്തരുടെ മാറ്റങ്ങളെ. എന്താ ദേവിട്ടമ്മേ തന്നെത്താനൊരു സംസാരം? കാപ്പിയും ചായയും പോയിട്ട് ഓവൽറ്റിന്നും ഹാർലിക്സും പോലും കഴിക്കാത്ത കുട്ടിയാ. അന്നൊക്കെ പാല് മാത്രമേ കഴിക്കൂ. ദേ ഇപ്പൊ കണ്ടില്ലേ, കാപ്പി മതിയെന്ന്. കോൺവെന്റിലും ഹോസ്റ്റലിലും ഒക്കെ ഉള്ള പഠിത്തവും ജീവിതവും അല്ലേ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പോരാത്തതിന് രേവതി ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ കുട്ടിയങ്ങ് വളർന്നു പോയില്ലേ? അല്ല ദേവുട്ടിയമ്മേ, എനിക്കൊരു സംശയം. രേവതിയുടെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അന്നോട്ടെ ദേവുട്ടിയമ്മ ഇവിടെ ഉണ്ടായിരുന്നു? പിന്നില്ലാതെ. എന്ന് പറയുമ്പോ ഇന്ദു കുഞ്ഞ് കരുതും ദേവൂട്ടിക്ക് അതിനും മാത്രം പ്രായമായോന്ന്. എന്റെ പൊന്നു കുഞ്ഞെ, ഇല്ല. അന്ന് ഞാൻ തീരെ ചെറിയ കുട്ടിയാ. രേവതിയേക്കാൾ ഒരു ഇത്തിരി വയസ്സ് കൂടുതലാണ്. എന്നാലും എനിക്ക് എല്ലാം നല്ല ഓർമ്മയാ. ഇങ്ങി തന്നേക്കൂ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. മനസ്സറിയാതെ വായിന്ന് ഒരു വാക്കെങ്ങാനും വീണ ഉടനെ തുടങ്ങും അതിന്റെ വിത്തും വേരും ചെതഞ്ഞ് എന്റെ പ്രായം അളക്കാൻ. എന്നെ വയസ്സാക്കിയിട്ട് ഇവർക്കൊക്കെ എന്താ ഇത്ര അത്യാവശ്യമാവും? അത്താൻ എന്നെ